ഇന്നത്തെ വീഡിയോ എൻ്റെ ലൈഫ് അപ്ഡേറ്റിനെ പറ്റിയാണ്. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ബാഡായിട്ടുള്ള കമൻ്റ് ഒക്കെ വരുന്നുണ്ട്, സുഖമായിട്ടിരിക്കുന്നോ, മനസ്സൊക്കെ വിഷമിച്ചിരിക്കുവാണോ എന്നൊക്കെ. അങ്ങനൊന്നുമില്ല, സുഖമായിട്ടിരിക്കുവാണ്. ആക്ച്വലി ഞാനും ഇതൊന്നും ഒട്ടും എക്സ്പെക്ട് ചെയ്തതല്ല. പെട്ടെന്ന് ഇത്രയും ഒരു ഫെയിമും ആൾക്കാർ ഇത്ര അറിയുകയും ഒക്കെ ചെയ്യുന്നൊന്നും ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷേ ഇൻ്റർവ്യൂ കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. കാരണം ഇത്രയും വ്യൂസും ഒരുപാട് ആൾക്കാർ റിയാക്ഷൻ ചെയ്യുന്ന കണ്ടപ്പോൾ ഇൻ്റർവ്യൂ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ ഇതേപോലെ ബാഡായിട്ടുള്ള കമൻറ്റും വരുമെന്ന് പ്രതീക്ഷിച്ചു. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഭയങ്കര രസമായിരുന്നു. ഇൻ്റർവ്യൂവിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര രസമായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര സോഷ്യൽ ആൻസൈറ്റി ഉണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് എൻ്റെ ഇൻ്റർവ്യൂ സൈന സൗത്ത് പ്ലസ് ആയിട്ടായിരുന്നു. അപ്പം അതിലെ ആങ്കർ ഷിജിന, പുള്ളിക്കാരി ഞാനാണെങ്കിൽ ഭയങ്കര ഫെമിലിയർ ആയിരുന്നു. പുള്ളിക്കാരുടെ ഫേസ്, അതായത് ഞാനാണെങ്കിൽ ഇതിനു മുമ്പും പുള്ളിക്കാരുടെ ഇൻ്റർവ്യൂ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. എപ്പോഴും നമ്മളിങ്ങനെ റീലിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരി അവിടെ കണ്ടപ്പോൾ ഞാൻ ലിറ്ററലി ഞെട്ടിപ്പോയി. പുള്ളിക്കാരിയാണ് ഇൻ്റർവ്യൂ ചെയ്തത്. ഭയങ്കര രസമുണ്ടായിരുന്നു എല്ലാവരും. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ ഭയങ്കര, അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇവരെയൊക്കെ എന്തിനാണ് വിളിച്ചത്, ഇൻ്റർവ്യൂ എടുക്കുക, എന്തൊക്കെയാണ് യോഗ്യത ഉള്ളത്. ആക്ച്വലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് യോഗ്യതയൊന്നും വേണ്ട. നമ്മുടെ സ്റ്റോറി കേൾക്കാൻ 10 പേരുണ്ടെങ്കിൽ നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിക്കും. ഇപ്പം ചിലർ കമൻറ്റ് ചെയ്ത് കണ്ടായിരുന്നു, ചേച്ചി ഞാൻ ഈ ഞായറാഴ്ച ഫ്രീ ആണ്, എന്നെ കൂടി ഇൻ്റർവ്യൂവിന് വിളിക്കും. ഉറപ്പായിട്ട് നിന്നെ വിളിക്കും. കാരണം നിന്റെ കഥ 10 ആൾക്കാരെ കേൾക്കാറുണ്ട്. ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവരെ കൺവിൻസ് ചെയ്യണം. 10 പേര് നിന്റെ കഥ കേൾക്കാറുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് നിന്നെ ഇൻ്റർവ്യൂ ചെയ്യും. കാരണം കാലം മാറി. പണ്ടാണെങ്കിൽ എന്തെങ്കിലും ഭയങ്കര രീതിയിൽ അച്ചീവ് ചെയ്യുന്ന ആൾക്ക്, ഇപ്പം സിനിമ നടന്മാർ ഇൻ്റർവ്യൂ ചെയ്യുന്ന അവർ ഈ ലോകത്ത് എന്തേലും ഭയങ്കര വലിയ കാര്യം ഇട്ടിട്ടാണോ അവർ എൻ്റർടൈൻ ചെയ്യുകയാണ്. അതേപോലെ ഞാനിപ്പം ആ റീലെടുത്തു. ആ റീൽ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിൽ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തു, കുറേ ആൾക്കാർ ഫണ്ണായിട്ട് എടുത്തു, കുറേ ആൾക്കാർ റിയാക്ട് ചെയ്തു. അറ്റ്ലീസ്റ്റ് ആ റിയാക്ട് ചെയ്യാനുള്ള സംഭവം നമ്മൾ ഇട്ടുകൊടുത്തില്ലേ. അതൊക്കെയാണ്. അല്ലാണ്ട് ഇപ്പൊ സിനിമ നടന്മാരെ ഇന്റർവ്യൂ ചെയ്യുന്നത് അവര് സമൂഹത്തിനായിട്ട് വലിയ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടാണോ, അതോ അവർ പാടത്ത് പോയി കളിച്ചിട്ട് സൊമാലിയയിലെ പിള്ളേർക്ക് വല്ല ഭക്ഷണം വിളമ്പിയിട്ടാണോ? അല്ല, അവരൊരു എന്റർടൈൻമെന്റ് കൊടുക്കുന്നു. അതേപോലെ നമ്മളൊരു എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ കൊടുത്തു. പിന്നെ ഇതിൽ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളെല്ലാം അറിയേണ്ട സംഗതി എന്താ വെച്ചാൽ, ഇതൊരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി എടുത്തതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം. അല്ലാണ്ട് ബോയ് ഫ്രണ്ട് ടെസ്റ്റ്, ഗേൾ ഫ്രണ്ട് ടെസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊന്നും അത്ര പോസിബിൾ ഒന്നുമല്ല. അത് ജസ്റ്റ് ഒരു കണ്ടന്റ് എന്ന രീതിയിൽ എടുത്തതാണ്. പക്ഷെ ഇത്രയും വൈറലായി അങ്ങനെ. സോ അടുത്തത് മണി വൈസ് എന്തെങ്കിലും ഇത് കിട്ടിയോന്ന് ചോദിക്കുന്നത്. കുറേ ആൾക്കാർ ചോദിച്ചത് ഇതിന് ഇത്രയും വൈറലായിട്ട് ഇവർക്ക് അതിൽ ബെനിഫിറ്റ്സ് കിട്ടിയോന്ന്. മണി വൈസ് സാധനം കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചത് ഒരുപാട് പ്രൊമോഷൻസ് എനിക്ക് വരുമെന്നാണ്. പക്ഷെ പ്രൊമോഷൻസ് വന്ന്, പക്ഷെ ഒരുപാട് പ്രൊമോഷൻസ് കൈവിട്ട് പോവുകയും ചെയ്ത്. അതേപോലെ തന്നെ എന്നേക്കാൾ കൂടുതൽ പ്രൊമോഷൻ വന്ന പുള്ളിക്കാരിക്കാണ്. അത് കുറ്റമായിട്ടൊന്നും പറയുന്നതല്ല, നല്ല കാര്യമാണ്. പുള്ളിക്കാരി പെൺകുട്ടി ആയതുകൊണ്ട് അങ്ങോട്ടായിരിക്കണം. പുള്ളിക്കാരിക്ക് എന്നേക്കാൾ കൂടുതൽ പ്രൊമോഷൻസ് കിട്ടി. അതേപോലെ എനിക്കും അത്യാവശ്യം മണി വയസ്സ് എനിക്കും കുഴപ്പമില്ലാതെ എടുത്തു. എൻ്റെ വീട്ടിൽ ഇതുവരെ വാഷിംഗ് മെഷീൻ ഇല്ലായിരുന്നു. അപ്പോൾ ഇതുവരെ വാഷിംഗ് മെഷീൻ ഇല്ലായിരുന്നു. വാഷിംഗ് മെഷീൻ ആണെങ്കിൽ ഈ ഇടയ്ക്കാണ് മേടിച്ചത്. അത്യാവശ്യം നല്ല 8 kg LGയുടെ നല്ലൊരു വാഷിംഗ് മെഷീൻ മേടിച്ചു. അപ്പം ഹാപ്പിയാണ് ടോട്ടലി. പിന്നെ വേറൊരു സംഗതി എന്ന് വെച്ചാൽ പ്രൊമോഷൻസ് ഒക്കെ ഇപ്പോൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ 2 പേരെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ്. പക്ഷെ അത് ഒട്ടും പോസിബിൾ അല്ല. കാരണം ഞാൻ ഇവിടെയും പുള്ളിക്കാരി അവിടെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര മെനക്കേടാണ് ഇവിടുന്ന് അവിടം വരെ പോയി വീഡിയോ എടുക്കുന്നതെല്ലാം. ഈ ഇടയ്ക്ക് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. സൺഡേ ആണെങ്കിൽ ഞങ്ങൾ കുറച്ച് വീഡിയോ എടുക്കാനായിട്ട് ഞങ്ങൾ മീറ്റാക്കിയ സമയത്ത് അവൾക്ക് 3 പ്രൊമോഷനോ 4 പ്രൊമോഷനോ അങ്ങോട്ട് ഉണ്ടായിരുന്നു. എനിക്കും 2 പ്രൊമോഷൻ ഉണ്ടായിരുന്നു. രാവിലെ തുടങ്ങിയ വീഡിയോ എടുപ്പാണ്. രാവിലെ എന്തോ ഫുഡ് കഴിച്ചു, ഉച്ചയ്ക്കൊന്നും കഴിക്കാൻ പറ്റില്ല, ഒരൊറ്റ ഷവർമ കഴിച്ചു. പിന്നെ രാത്രിയൊക്കെ ആയപ്പോൾ ഭയങ്കര വിശന്ന് വലഞ്ഞ് ആകെ വയറും വേദനിച്ച് ഭയങ്കര അസ്വസ്ഥയായിരുന്നു. അപ്പം മിക്കവാറും ഈ പോക്ക് പോകണമെങ്കിൽ മിക്കവാറും അങ്ങോട്ട് കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനാണ് സാധ്യത. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എനിക്ക് ഓൾറെഡി കൊച്ചിയിൽ പോയി താമസിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഭയങ്കര രസമാണ് അവിടെ. നമ്മൾ ജീവിക്കുന്ന പോലെ ഒരു ഫീൽ വരും. ഇപ്പം ഇവിടെ പുനലൂരാണെങ്കിലും ഒരു നൈറ്റ് ലൈഫോ അങ്ങനെയൊന്നും ഇല്ല. നമുക്കാണെങ്കിൽ അവിടെ പോകുന്ന സമയത്ത് കുറേ ഫുഡ് കഴിക്കാം. അപ്പോൾ അവിടെ ആഗ്രഹമുണ്ട്. അറിഞ്ഞൂടാ, മിക്കവാറും അവിടെ പോയി അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ട ഇത് വരുമെന്നാണ് തോന്നുന്നത്. കാരണം ഞങ്ങൾ ഇപ്പം ഒരു ബ്രാൻഡിൻ്റെ പ്രൊമോഷൻ വരുന്ന സമയത്ത് നമ്മളുടെ ഇൻസ്റ്റഗ്രാം ഫുള്ള് നോക്കി ഏതാണോ വൈറലായിട്ട് നിൽക്കുന്ന അവർക്ക് ആ ഒരു കണ്ടന്റാണ് വേണ്ടത്. അപ്പം അവർ പറയുന്നത്, എല്ലാ ബ്രാൻഡിൻ്റെ പ്രൊമോഷൻ്റെ ആൾക്കാരും പറയുന്നത് 2 പേര് ഒരുമിച്ച് വേണമെന്ന്. നേരത്തെയൊക്കെ എനിക്ക് സ്വന്തമായിട്ട് ഒരു പ്രൊമോഷൻ കിട്ടുവാണെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് എടുത്തെങ്കിൽ ചെയ്താൽ മതി. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോഴാണെങ്കിൽ ആ പുള്ളിക്കാരിയും കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരവസ്ഥയാണ്. അത് ബാഡായിട്ട് പറഞ്ഞതല്ല, നല്ല കാര്യമാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അപ്പം മണി വൈസ് ആണെങ്കിൽ ബെനിഫിറ്റ്സ് എനിക്കും ഉണ്ടായിട്ടുണ്ട്, പുള്ളിക്കാരിയൊക്കെ ഉണ്ടായിട്ടുണ്ട്.
ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റി, ഒരുപാട് ആൾക്കാരുമായിട്ട് സൗഹൃദത്തിലാവാൻ പറ്റി. ഇതൊക്കെയാണ് മണി വൈസും കാര്യങ്ങളുമായിട്ട് നമുക്കൊരു ബെനിഫിറ്റ്സ് കിട്ടിയത്. പിന്നെ പുറത്ത് നേരത്തെ പോകുമ്പം ഞാൻ നേരത്തെ വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് എൻ്റെ വീഡിയോ ചിലപ്പം 1 മില്യൺ 2 മില്യൺ ഒക്കെ അടിക്കാറുണ്ട്. അപ്പോൾ ആ സമയം നമ്മൾ വെളിയിലൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ അധികം തിരിച്ചറിയാറൊന്നുമില്ല. കാരണം ആക്ച്വലി എന്നെക്കാളും തിരിച്ചറിയുന്നത് പുള്ളിക്കാരിയാണ്. കാരണം എന്താ വെച്ചാൽ പുള്ളിക്കാരിക്ക് ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ ഉള്ളതുകൊണ്ട് പുള്ളിക്കാരി മാസ്ക് വെച്ചാൽ ആൾക്കാർ കണ്ടെത്തും. അപ്പം പുള്ളിക്കാരുടെ കൂടെ ആ ഒരു ഹെയർ സ്റ്റൈൽ വെച്ച് കൂടെ നടന്നു കഴിഞ്ഞാൽ അപ്പോഴും ആൾക്കാർ തിരിച്ചറിയും. പക്ഷെ ഇപ്പം കൊല്ലമൊക്കെ ഞാൻ പോവാണെങ്കിൽ അല്ലെങ്കിൽ എറണാകുളമൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ ഇടയ്ക്ക് ആൾക്കാർ അറിയാറുണ്ട്. അതൊക്കെ ആണെങ്കിൽ പുതുമയുള്ള കാര്യമാണ്, രസമുണ്ട്. പക്ഷെ കുറേ ആൾക്കാർ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഭയങ്കര സോഷ്യൽ ആൻസൈറ്റി വരും കേട്ടോ. ചിലർ കഴിക്കും ഞാൻ ഭയങ്കര ജാടയാണ്, അതുകൊണ്ടായിരുന്നു ഇങ്ങനെ നോക്കാതിരിക്കുന്നത്. പക്ഷെ ഞാൻ ഭയങ്കര സോഷ്യൽ ആൻസൈറ്റി ആയതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പം അങ്ങനെ പിന്നെ ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ് വീട്ടിലും നാട്ടിലും ഒക്കെ എന്തൊക്കെ പറയുന്നുണ്ടെന്നും. ആക്ച്വലി നാട്ടുകാരൊക്കെ പറയുന്നത് എടാ ഇത് ഭയങ്കര ക്രിഞ്ചാണ്, നിനക്ക് നിർത്തിക്കൂടെ. ആക്ച്വലി എനിക്ക് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സംഭവം എന്താ വെച്ചാൽ ഇപ്പം ഒരു പ്രൊമോഷൻ വർക്ക് കിട്ടുവാണെങ്കിൽ അവർക്ക് വേണ്ടത് ടെസ്റ്റിംഗ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റാണ് വേണ്ടത്, ഒരു പ്രൊമോഷൻ വീഡിയോ വേണ്ടത്. എന്നാലേ വൈറലാകത്തുള്ളൂ. കാരണം അവർ ഒബിയസ്ലി നമ്മുടെ ഒരു ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കുന്ന സമയത്ത് വൈറലായ കണ്ടന്റ് എല്ലാം ബോയ് ഫ്രണ്ട് ടെസ്റ്റും ഗേൾ ഫ്രണ്ട് ടെസ്റ്റും അങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകളാണ്. അപ്പം നമുക്ക് നിർത്താൻ നോക്കിക്കഴിഞ്ഞാലും ഇതിൻ്റെ അകത്ത് ഇവർ ഫോഴ്സ്ഫുള്ളി നമ്മളോട് പറയുകയാണ് അങ്ങനെ ടെസ്റ്റ് നടത്തണം എന്ന് പറയുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി നടത്തി പോകണം. സോ എനിക്ക് നിർത്തണമെന്നുണ്ട്, പക്ഷെ സൂൺ നിർത്തുന്നതായിരിക്കും. അങ്ങനെ പിന്നെ വീട്ടിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചില റിലേറ്റീവ്സ് വന്നിട്ട് ചെറിയ ചെറിയ ബോംബൊക്കെ പൊട്ടിക്കാറുണ്ട്. അത് കാരണം ചെറുതായിട്ട് ഞാൻ ഡള്ളാവാറുണ്ട്. കാരണം കമന്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ സീനില്ല, കാരണം അത് നമുക്ക് അങ്ങനെ വിട്ട് കളയാം. പക്ഷെ നമ്മുടെ സർക്കിളിനുള്ളിൽ നമ്മളെപ്പറ്റി എന്തെങ്കിലും പറയുവാണ്, അത് പോസിറ്റീവായിട്ട് പറഞ്ഞാൽ ഓക്കെ. പക്ഷെ അല്ലാണ്ട് അവിടെ ഇവിടെ ഇരുന്നിട്ട് കുശൂഷ എന്ന് പറയുന്നത് ഭയങ്കര മോശപ്പെട്ട പരിപാടി. അത് കാരണം ഭയങ്കര ഡള്ളാവാറുണ്ട്. ഇടയ്ക്ക് വീട്ടിലും ബോംബ് പൊട്ടാറുണ്ട്. അതൊക്കെ വേണമെങ്കിൽ ഒരു സീനാണ്. അപ്പം അല്ലാണ്ട് ബാക്കിയെല്ലാം കൂളായിട്ടാണ് പോകുന്നത്. ടോട്ടലി നല്ല രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് എൻ്റെ പഴയ കണ്ടന്റ് ഒന്നും ഇപ്പം ആക്റ്റീവ് ആവുന്നില്ല. ഞാൻ ഉറപ്പായിട്ടും പഴയ കണ്ടന്റ് ഒക്കെ ഇടുന്നതായിരിക്കും. സോ കീപ് സപ്പോർട്ടിങ്. ഞാനാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ടാറ്റു അടിച്ചു, അതൊന്നും കാണിക്കാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചത് എന്താ പറയുക, ഈ ടാറ്റുൻ്റെ ഒക്കെ വലിയ അടിപൊളി വീഡിയോ ആയിട്ടൊക്കെ ഇൻസ്റ്റഗ്രാം ഇടാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ അതൊന്നും നടന്നില്ല. കാരണം അപ്പോഴത്തേക്കും മറ്റേ വീഡിയോ കയറി ഭയങ്കര രീതിയിൽ വൈറലായി, ഇന്റർവ്യൂവിന് വിളിക്കുന്നു, അപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് വിളിക്കുന്നു, എന്തൊരു തോന്നിവാസോടെ കാണിച്ചേക്കുന്നതെന്ന് ചോദിച്ചിട്ട് അങ്ങനെ കുറേ ആൾക്കാർ അതൊന്നും വീഡിയോ എടുക്കാൻ പെട്ടെന്നായിരുന്നു ഈ സംഭവങ്ങൾ നടന്നത്. അപ്പം സോ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് ബാഡായിട്ടുള്ള കമൻ്റ് ഒന്നും ഇട്ട് നമ്മളെ വിഷമിപ്പിക്കാതിരിക്കുക. സോ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ലൈഫ് അപ്ഡേറ്റ്. ഹാപ്പിയാണ്, ഒരു ടോട്ടലി എല്ലാം ഓവറോൾ വെച്ച് നോക്കുമ്പം ഞാൻ ഹാപ്പിയാണ്. സോ അത്രയേ ഉള്ളൂ. ബൈ.